ഭയങ്കര പരിപാടിയാണ് എന്റെ കുളിക്കുട്ടി. വരുന്നു പറഞ്ഞായിരുന്നു. ഓ, അവളെ പോലെ കറക്റ്റ് കൃത്യനിഷ്ഠയും വാക്കുപാലിക്കുന്നതും പോലെ ആള് എന്തിനു പെറ്റ് നീ അവിടെ. ഗ്ലൂക്കോസ് കഴിക്കട്ടെ. ഭയങ്കര ക്ഷീണം. അതിനൊക്കെ ഉണ്ട് സ്പെഷ്യല്. മീൻകറി ഉണ്ട്. അവക്ക് മീൻകറി ജോസിന് ഭയങ്കര ഇഷ്ടമായി എന്റെ മീൻകറി. വരുമാനം സ്നേഹിക്കുന്ന അമ്മായിമ്മ. പിന്നെ അവനാണെങ്കിൽ ഇച്ചിരി ബിരിയാണിയെ കഴിക്കത്തുള്ളൂ. അവൻ ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തോരനുണ്ട്. അത് ഇച്ചിരി സാമ്പാറുണ്ട്. പപ്പടമൊക്കെ അവള് വരട്ടെ. അവള് വന്നിട്ട് വറക്കാം. ആണോ? ഏതായാലും അവര് വരുന്ന നന്നായി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവരോട് സംസാരിക്കാനുണ്ട്. നമ്മുടെ സ്ഥലത്തിന്റെയൊക്കെ അതിങ്ങനെ ഓരോരുത്തരെ ഏൽപ്പിച്ചെല്ലാം നശിപ്പിച്ചു വെച്ചിരിക്കുക. ഈ കഴിഞ്ഞ കാറ്റിലും മഴയില്ല ഏലമെല്ലാം പോയി. നിന്റെ ആ ആങ്ങളെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പാപ്പി നോക്കിയതിന്റെ പണവാ. ഇപ്പൊ അവളെ കൂടെ ചെന്നേ അതിനകത്ത് പഠിക്കാൻ ചെന്നിട്ട് ഒരു സാധനമില്ല. പാപ്പി നോക്കിയ എപ്പോഴും എന്നോട് പറയണ്ട. പാപ്പി നോക്കുന്ന കാര്യം എനിക്കറിയാം. മക്കളും അല്ല മക്കളോട്ട് തീരുമാനിച്ചോ. 10-12 വർഷമായി ഇമാരി നോക്കി നടത്തുന്നു. ഒരുത്തരം ഓട്ടർ ഏൽപ്പിച്ചു, ഒരുത്തരം തോട്ടം ഏൽപ്പിച്ചു. അപ്പൊ എല്ലാ മക്കളെ തന്നെ ഏൽപ്പിക്കാനാണോ? മക്കളെ ഏൽപ്പിക്കാനൊന്നുമല്ല. മക്കള് വരട്ടെ, നമുക്കൊന്ന് ആലോചിക്കാം. എന്തേലും ചെയ്യും. നീ പിന്നെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് എന്നെ കാണാനൊന്ന് പോയില്ലേ? അതിന് മനസ്സമ്മതം ഉണ്ടായിരുന്നു. അതിന് ഞാൻ പോയതാ. നിന്റെ അപ്പനെ വിളിച്ചിട്ട് അപ്പം വന്നില്ല. എന്നാ പിന്നെ ഞാനേലും പോവാതിരിക്കുന്ന എങ്ങനെയാണെന്നും പറഞ്ഞ് ഞാൻ പോയതാ. മരുന്ന് വരെ നിനക്കൊന്നും ഇരിക്കായിരുന്നല്ലോ. അത് മമ്മി പിന്നെ ഞാൻ പെട്ടെന്ന് വന്നിട്ട് അങ്ങ് പോയില്ലേ. പിന്നെ ജോസേട്ടൻ അങ്ങ് ധൃതിയായിരുന്നു. നീ തന്നെയാണോ വന്നേ? അല്ല, ജോസേട്ടൻ ഈ ഡ്യൂട്ടി വന്നിട്ടുണ്ട്. ആണോ? അപ്പൊ പോപ്പിയോ? അവൻ പള്ളിയിൽ പോയിക്കോ. ഉച്ചയ്ക്ക് പോയി വിളിച്ചോണ്ട് വരാം. ആണോ? ഇജ്ജുട്ടിയേ, എന്റെ പൊന്നിനെ കണ്ടിട്ട് എത്ര ദിവസം. നീ വന്നത് TV ഓൺ ആക്കിയോ? നീ വന്ന് നോക്കട്ടെ. എന്റെ പൊന്നിനെ ഒന്ന് നോക്കട്ടെ. എന്റെ പൊന്നിനെ ഒന്ന് നോക്കട്ടെ. ജോസുമോനെ, ഒന്ന് മാറിക്കോ. ഇന്ന് കണ്ടില്ലേ എപ്പിസോഡ് മിസ്സാകും. നീ ഇപ്പൊ കാർട്ടൂൺ കാണലാണോ പിള്ളേരുടെ കൂടെ കൂടി? ഇതേ ഉള്ളോ? ഏത് നേരവും ഇതേ ഉള്ളൂ. അപ്പനും കണക്കാ, മക്കളും കണക്കാ. എന്ത് ചെയ്യാനാ മമ്മി, ഡെയിലി വീട്ടിൽ ഇത് തന്നെ എന്റെ ഓടുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഒരു ദിവസം കണ്ടില്ലേ ബുദ്ധിമുട്ടാണ്. പപ്പ അതേപോലെ അപ്പുറത്തിരുന്നേ ജയനും തോമാച്ചനുമായിട്ടിരുന്ന എന്തോ സംസാരിച്ചോണ്ടിരിക്കുക. അതെ മമ്മി, നമ്മുടെ ആലപ്പുഴയിലെ എസ്റ്റേറ്റ് ഇല്ലേ, അതിപ്പോ പാപ്പി നമുക്ക് നോക്കുന്നൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ജോസേട്ടന് കൊടുത്താൽ മതി. ജോസേട്ടൻ നല്ലതായിട്ട് നോക്കൂ. നിന്റെ അപ്പഴല്ലേ തീരുമാനിക്കുന്നത്? ഞാനാണോ തീരുമാനിക്കുന്നത്? മമ്മി പറഞ്ഞോ. പാപ്പി നന്നായിട്ടാണ് നോക്കി നടക്കുന്നത്. മമ്മിയുടെ അതൊന്നും പറഞ്ഞോ ഞാനും പപ്പായും ഒന്നും ഉടക്കിയതാ. ഇനി അതിനിടയ്ക്ക് ഇനി ഞാൻ ചെന്ന് പറഞ്ഞോണ്ട് എന്നാ ഉണ്ടല്ലോ ഇനി വേണം. ഇപ്പൊ നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ സംസാരിക്കാൻ. സംസാരിക്കാനാ വന്നായിരുന്നു. വെറുതെ അല്ല ഇപ്പൊ വന്നത്. അല്ലേ ഞാനും ഓർത്തത്. നീ അന്ന് എന്നെ കാണാതെ പോയില്ലേ? അപ്പൊ എന്തേലും കാര്യം കാണാതെ നീ വരില്ല. പപ്പ എന്നോട് വരാൻ പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അനിമോളെ, നീ വന്നോ? നിന്റെ സൗണ്ട് ഞാൻ അപ്പുറത്ത് കേട്ടായിരുന്നു. ജോസ്മാനും പിള്ളേരും. ജോസ്മാനെ എന്നാണ്ട്? അപ്പൊ ഒരു 2 മിനിറ്റ് ഇതൊന്ന് കഴിഞ്ഞോ. മനസ്സിലായണ്ണ, പഴമുറിയണ പോലെ അണ്ണനെ ഇങ്ങനെ വെട്ടിയെടുക്കണം. അള്ളയണ്ണ ഈ ഹോക്കിയുടെ ഒരു കാര്യം. അപ്പൊ ഇതൊന്നും തീർന്നോട്ടെ. ഇപ്പം തീരും. അവനെ പള്ളിയിൽ പോയിക്കോ. സൺഡേ സ്കൂൾ ഉണ്ടല്ലോ. നീ ഇപ്പൊ ഉച്ചയ്ക്ക് വിളിച്ചോണ്ട് വരാം. മോളെ, നീ അപ്പൊ ഒരാഴ്ച ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പപ്പയ്ക്കൊരു കൂട്ടായി. അല്ലെ
നിനക്ക് ശരിക്കും പണി മേലെ എന്നത് ശരീരം വേർക്കുമോ? വേർപ്പിൻ്റെ അസുഖമുണ്ടോ? വേർപ്പിൻ്റെ അസുഖമൊന്നുമില്ല. ഇങ്ങനെ ചിരന്തി കടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതായിരുന്നു, അത് മാറി. പിന്നെ ചെറുതായിട്ട് തന്നെ ചൊറിച്ചലോ? ചോദിച്ചിട്ട് ചുമ്മാ അല്ലാതെ നിന്നെ ആരും വിളിക്കാത്ത പണിക്ക്. ഇല്ല, എങ്ങനെയല്ലോ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ, ചേട്ടൊന്ന് പറ. ഓക്കെ, ഞാൻ എഴുതുകൊണ്ട് കാണിക്കട്ടെ. എഴുതി വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ആണ്ട് ഒച്ച വെക്കുന്നുണ്ടല്ലോ. ആരാ അവരോട് തോന്നു എന്തോട് കിട്ടി ചേട്ടാ? പപ്പ എന്തിനാ പപ്പ ആ ജയൻചേട്ടനെ തോമാസിനൊക്കെ വീട്ടിൽ പോയി വെച്ചേക്കുന്നേ? പപ്പ അവരെങ്ങനെ ആക്കുന്നത്? അതുകൊണ്ട് എനിക്ക് അവർ വരുന്നതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാവരും എപ്പോഴും വീട്ടിൽ കയറ്റി ഇങ്ങനെ വെച്ച് രാത്രി വരെ ഇവിടെ ഇരിക്കും. ഒരു സ്വാതന്ത്ര്യവും ഇല്ല മനുഷ്യന്. പപ്പ അവരായിട്ടുള്ള കൂട്ടി നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ മോളെ, നീ ഇപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ അവിടെ ആയിരുന്നപ്പോഴത്തേക്ക് എല്ലാ കാര്യം എന്തെങ്കിലും നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ അവരെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും അവരാ നടത്തി തന്നുകൊണ്ടിരുന്നത്. അപ്പൊ എൻ്റെ മോള് അവരുടെ കാര്യം ഓർത്ത് മോള് സങ്കടപ്പെടണം. പപ്പ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് അവരെ വരുന്ന ഇഷ്ടമല്ല. ഇനി മേല അവരെ വിളിച്ചില്ലല്ലോന്ന് പറയാൻ വരുമായിരുന്നു ഞാൻ. എന്തൊക്കെയാണ് വിശേഷം? അയ്യോ തോമച്ചായ ജയിച്ചേട്ടാ, നിങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. 100 ആയിസാ നിങ്ങൾക്ക്. ഒത്തിരി പറഞ്ഞല്ലേ? ആ, ഒത്തിരി പറഞ്ഞായിരുന്നു. ആ, നിങ്ങൾ വന്നാൽ നന്നായി. പപ്പ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ആനപ്പുഴ എസ്റ്റേറ്റ് അത് ഞാൻ ബാക്കി കൂടെ വിട്ടല്ലോ. അത് നമ്മുടെ ജോസേട്ടിന് കൊടുക്കുവാണെങ്കിലേ ജോസേട്ട് നന്നായിട്ട് നോക്കിയാനേ ഉള്ളൂ. പപ്പ എന്താ പറയുന്നത്? അതെ മോളെ, എനിക്ക് വേറെ കുറെ നിങ്ങളുടെ പോക്കിപ്പ് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് തോമ. മോളെ, എൻ്റെ ഈ സ്വത്തുക്കളെല്ലാം നോക്കി നടത്താൻ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ സ്വത്തുക്കളെല്ലാം ഞാൻ തന്നെ നോക്കി നടത്തിക്കോളാം. എനിക്ക് ഒരിത്തിരി വിശ്വാസമില്ല. ഇല്ലടാ ജോസ്മോനെ? എൻ്റെ കർത്താവേ, നിവൃത്തി ഉണ്ടെങ്കിൽ എന്നെ പോലെ ആരെയും പണക്കാരനാക്കിയേക്കരുത്.